ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ട് എഗ്ഗ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളതാണ്. അപ്പോൾ എഗ്ഗ് വീട്ടിലുള്ളവരൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു എഗ് വൈറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം ഒന്നിൻ്റെ എടുത്തിട്ടുള്ളൂ, അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് അടിച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 വലിയുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുത്താണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി നല്ലതുപോലെ തന്നെ അങ്ങ് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഉള്ളി. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി പെട്ടെന്ന് തന്നെ വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നല്ലതുപോലെ തന്നെ നമ്മുടെ ഉള്ളി അങ്ങ് വാട്ടിയെടുക്കാം. ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 2-3-4 മിനിറ്റ് ഇതുപോലെ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സ്നാക്സ് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വന്നപ്പോൾ ഇതുപോലെ നെയ്യാണ്, 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്കിതുപോലെ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഞാൻ ആ ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്ന വീഡിയോ ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ ഞാൻ 2 മുട്ട പുഴുങ്ങിയെടുത്ത് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 മുട്ടയുടെ ആവശ്യമുള്ളൂ. നമ്മളിതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ നമുക്കിതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും കവർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് നമ്മുടെ മുട്ട ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ ആ മസാല ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ തീ സിമ്മിലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ സിമ്മിലിട്ട് കൊടുക്കുക. ഇനി നമുക്കിതുപോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററിൽ ഇതങ്ങ് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മൊസറല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫില്ലായി വരുന്ന രീതിയിൽ നമുക്ക് മൊസറല്ല ചീസ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 2-3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വെച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2-3-4 മിനിറ്റ് ഒന്ന് നമ്മുടെ ആ ചീസും ഇതൊന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ അത് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാനിത് തിരിച്ചു വിട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായി പോയതാണ്. അപ്പോൾ നിങ്ങൾ ഒരു 2-3-4 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. എഗ്ഗ് വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.